പ്രിയമുള്ളവരെ, വചനജ്വാല 1806 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ആഗസ്റ്റ് 11 ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ദാനിയേലിന്റെ പുസ്തകം 14 അധ്യായം 1 മുതൽ 21 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണത്തിനൊരുക്കമായുള്ള 15 നോമ്പ് 11ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായന നമുക്ക് ശ്രവിക്കാം. ബേലും വ്യാളവും. അഗസ്ത്യാഗസ് രാജാവിന് ശേഷം പേർഷ്യക്കാരനായ സൈറസ് ഭരണമേറ്റു. രാജാവിന്റെ മിത്രവും അവന്റെ സ്നേഹിതന്മാരിൽ വെച്ച് ഏറ്റവും ബഹുമാനിതനും ആയിരുന്നു ദാനിയേൽ. ബാബിലോണിയർക്ക് ബേൽ എന്നു പേരായ ഒരു പ്രതിഷ്ഠയുണ്ടായിരുന്നു. പ്രതിദിനം 12 പറ നേരിയ മാവും 40 ആടും 6 അളവ് വീതം വീഞ്ഞും അതിനെ അർപ്പിച്ചിരുന്നു. രാജാവ് അതിനെ പൂജിക്കുകയും എല്ലാ ദിവസവും അതിനെ ആരാധിക്കാൻ പോകുകയും ചെയ്തിരുന്നു. ദാനിയേൽ തന്റെ ദൈവത്തെ മാത്രം ആരാധിച്ചു. രാജാവ് അവനോട് ചോദിച്ചു, എന്താണ് നീ ബേലിനെ ആരാധിക്കാത്തത്? അവൻ പറഞ്ഞു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും സകല ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യമുള്ളവനുമായ ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. മനുഷ്യനിർമ്മിതങ്ങളായ ബിംബങ്ങളെ ഞാൻ പൂജിക്കുകയില്ല. രാജാവ് അവനോട് ചോദിച്ചു, ബേൽ ജീവനുള്ള ദൈവമാണെന്ന് നീ കരുതുന്നില്ലേ? അവൻ എത്രമാത്രം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് നീ കാണുന്നില്ലേ? അപ്പോൾ ദാനിയേൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, നീ വഞ്ചിതനാകരുത്. അതിന്റെ ഉള്ളിൽ കളിമണ്ണും പുറമെ ഓടുമാണ്. ഇത് ഒരിക്കലും ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ രാജാവ് കോപിച്ച് തന്റെ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ആഹാരമെല്ലാം ആരാണ് ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വധിക്കപ്പെടും. എന്നാൽ ബേലാണ് അവ ഭക്ഷിക്കുന്നതെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ദാനിയേൽ വധിക്കപ്പെടും. കാരണം അവൻ ബേലിനെതിരെ ദൂഷണം പറഞ്ഞിരിക്കുന്നു. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, നീ പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ. ബേലിന്റെ പുരോഹിതന്മാരായി 70 പേരുണ്ടായിരുന്നു, കൂടാതെ അവരുടെ ഭാര്യമാരും കുട്ടികളും. രാജാവ് ദാനിയേലിനെയും കൂട്ടി ബേലിന്റെ ആലയത്തിലെത്തി. ബേലിന്റെ പുരോഹിതന്മാർ പറഞ്ഞു, ഇതാ ഞങ്ങൾ പുറത്തു പോകുന്നു. രാജാവേ, നീ തന്നെ ഭക്ഷണവും വീഞ്ഞും ഒരുക്കി വെച്ചിട്ട് വാതിലടച്ച് നിന്റെ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുക. നീ പ്രഭാതത്തിൽ മടങ്ങി വരുമ്പോൾ ഇത് മുഴുവൻ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ കൊന്നുകൊള്ളുക. അല്ലെങ്കിൽ ഞങ്ങളെപ്പറ്റി വ്യാജം പറയുന്ന ദാനിയേൽ മരിക്കണം. അവർക്ക് കൂസലില്ലായിരുന്നു. കാരണം പീഠത്തിന്റെ അടിയിൽ അവർ ഒരു രഹസ്യ കവാടം ഉണ്ടാക്കിയിരുന്നു. അതിലൂടെയാണ് പതിവായി അകത്ത് കടന്ന് അവർ ആഹാരം ഭക്ഷിച്ചിരുന്നത്. അവർ പുറത്തു പോയതിനു ശേഷം രാജാവ് ബേലിനുള്ള ഭക്ഷണം ഒരുക്കി വെച്ചു. അപ്പോൾ ദാനിയേൽ കുറെ ചാരം കൊണ്ടുവരാൻ തന്റെ ദാസന്മാരോട് ആജ്ഞാപിച്ചു. രാജാവ് മാത്രം കാണുകെ അവർ അത് ആലയത്തിലെങ്ങും വിതറി. പിന്നെ അവർ പുറത്തിറങ്ങി വാതിലടച്ച് രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്ര വെച്ചിട്ട് പിരിഞ്ഞുപോയി.
പതിവ് പോലെ രാത്രിയിൽ പുരോഹിതന്മാർ ഭാര്യമാരോടും കുട്ടികളോടും കൂടെ വന്ന് എല്ലാം ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തു. അതിരാവിലെ രാജാവ് വന്നു. ദാനിയേലും അവരോടൊപ്പം എത്തി. രാജാവ് ചോദിച്ചു, ദാനിയേലെ, മുദ്രകൾ ഭദ്രമായിരിക്കുന്നുവോ? രാജാവേ, അവ ഭദ്രം തന്നെ. അവൻ ഉത്തരം പറഞ്ഞു. വാതിൽ തുറന്നയുടനെ രാജാവ് പീഠത്തിൽ നോക്കി അത്യുച്ചത്തിൽ അട്ടഹസിച്ചു. ബേൽ, നീ വലിയവൻ തന്നെ, നിന്നിൽ വഞ്ചന അശേഷവുമില്ല. അപ്പോൾ ദാനിയേൽ ചിരിച്ചുകൊണ്ട് രാജാവിനെ അകത്ത് കടക്കുന്നതിൽ തടഞ്ഞു. അവൻ പറഞ്ഞു, തറയിലേക്ക് നോക്കൂ, ആരുടേതാണ് ഈ കാൽപ്പാടുകൾ എന്ന് ശ്രദ്ധിക്കൂ. രാജാവ് പറഞ്ഞു, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും കാൽപ്പാടുകൾ ഞാൻ കാണുന്നു. രാജാവ് കോപം കൊണ്ട് ജ്വലിച്ചു. അവൻ പുരോഹിതന്മാരെയും ഭാര്യമാരെയും കുട്ടികളെയും പിടിച്ചു കൊണ്ടുവന്നു. പീഠത്തിലുള്ളതെല്ലാം ഭക്ഷിക്കുന്നതിന് വേണ്ടി തങ്ങൾ പതിവായി പ്രവേശിച്ചിരുന്ന രഹസ്യ കവാടം അവർ രാജാവിനെ കാണിച്ചു കൊടുത്തു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയായ വിശുദ്ധ ക്ലാര പുണ്യവതിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ക്ലാര സഭയുടെ സ്ഥാപകയാണ് ക്ലാര. അസീസിയിലെ യോദാമിന്റെ 3 പെൺമക്കളിൽ മൂത്തവളാണ് ക്ലാര. 15 വയസ്സായപ്പോൾ വീട്ടുകാർ വിവാഹം ആലോചിച്ചപ്പോൾ ഈശോയെ മണവാളനായി സ്വീകരിക്കാൻ ഫ്രാൻസിസ് അസീസി പുണ്യവാനുമായി ആലോചിച്ച് ഉറപ്പിച്ചിരുന്നു. ക്ലാര 1212 കുരുത്തോല പെരുന്നാളിൽ വൈകിട്ട് പോഷിയാങ്കുള ദേവാലയത്തിൽ പോയി. പിന്നീട് പരിശുദ്ധാത്മാവേ വരിക എന്ന പാട്ടുപാടി പ്രായശ്ചിത്ത വസ്ത്രമണിഞ്ഞ് തലമുടി മുറിച്ച് അരയിൽ ചരടു ചുറ്റി ബെനഡിക്റ്റൻ മഠത്തിൽ താമസിച്ചു. വീട്ടുകാർ ഒരുപാട് നിർബന്ധിച്ചിട്ടും പോയില്ല. ക്ലാരയ്ക്ക് വേണ്ടി ഒരു ഭവനം തയ്യാറാക്കി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സഹോദരി ആഗ്നസും അമ്മ ഓർത്തോണാളയും കുറെ സ്ത്രീകളും കൂടിയപ്പോൾ ക്ലാര സഭയ്ക്ക് തുടക്കമായി. വ്രതത്രയങ്ങൾ, ദാരിദ്ര്യം, പ്രായശ്ചിത്തം, മാംസവർജനം. സൈന്യം ആക്രമിക്കാൻ വന്നപ്പോൾ പ്രാർത്ഥിച്ച് ഓടിച്ചു കളഞ്ഞു. 28 വർഷത്തോളം രോഗിണിയായി വിശുദ്ധ ക്ലാര കുർബാന മാത്രമായിരുന്നു കഴിച്ചത്. 59-ാം വയസ്സിൽ ശാന്തമായി വിശുദ്ധ ഫ്രാൻസിസിന്റെ ചെറുപുഷ്പം അടർന്നു വീണു. പ്രിയമുള്ളവരെ, വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രത്യേകം ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.